എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നവ്യ ആകെപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് നയന കയറി വരുവാണ്. നയന വന്നിട്ട് ചോദിച്ചു, ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കണേ? ചേച്ചിക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് വന്നൂടെ? ആ അടുക്കളയിലൊക്കെ വന്ന് ജോലിയിലൊക്കെ ഒന്ന് സഹായിക്കാൻ മേലായിരുന്നോ? എപ്പോ നോക്കിയാലും ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന എന്താന്ന് ചോദിക്കുക. അല്ല, എനിക്കാണ് ആരും നോക്കാൻ പറ്റുന്നില്ല, ആരെ ഫേസ് ചെയ്യാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നൊരു കുറ്റബോധം എന്റെ മനസ്സിൽ കിടക്കുക. അതിന് ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്താ കുഴപ്പം? എനിക്കറിയില്ല നായന, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അവനെ കുറിച്ചൊക്കെയുള്ള. അതൊക്കെ ഓർത്തിട്ട് എനിക്കാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല. എന്റെ മനസ്സിൽ എപ്പോഴും അവന്റെ മുഖവും അവൻ പറയുന്ന വാക്കുകളും മാത്രം ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷിക്കാൻ പറയാം. പെട്ടെന്ന് അതിനെ പറഞ്ഞു, ഈ കാര്യത്തിനാണോ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ആ കാര്യങ്ങളൊക്കെ വിട്ടുകളാ. നമ്മൾ ആരുടെയും മുന്നിൽ താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ തലയിൽ കയറി നിരങ്ങുള്ളൂ. ഒരു കാരണവശാല അതിനനുവദിച്ചുകൂടാ. അവൻ ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോൾ ചേച്ചി തിരിച്ച് നാളോ അങ്ങോട്ട് പറയണം. അവൻ ചേച്ചിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവന് തക്കതായ മറുപടി കൊടുക്കുവാണെങ്കിൽ ആർക്കും ചേച്ചിനെ തോൽപ്പിക്കാണ്ട് സാധിക്കില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദിനും ഈ അനിയത്തി ചേച്ചിയുടെ കൂടെ ഇല്ലേന്ന് ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതൊക്കെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ അമ്മയോ അറിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നേ? പിന്നെ ഒന്ന് ഓർത്ത് വെക്ക്. ശരിയാ ചേച്ചി പറഞ്ഞ കാര്യങ്ങള്, പക്ഷെ അത് ആരും അറിയാൻ പോകുന്നില്ല. അതിനു മുമ്പ് നമ്മൾ അവനെ പൊക്കിയിരിക്കും. അവന്റെ പ്രശ്നം എന്താ നമുക്കറിയണമല്ലോ. നമ്മൾ അതിനുശേഷം ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും. ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ എല്ലാരും കൂടുതൽ സംശയിക്കുന്നത്. ചേച്ചി അങ്ങോട്ട് വാ, ചേച്ചി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ടെന്ന് പറയാം. നബി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന്. ചേച്ചി ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോഴാണ് മനസ്സിന് വേദന കൂടുതലുണ്ടാകുന്നത്. ചേച്ചി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതിരിക്കുക. അതൊക്കെ വിട്ടുകളാം. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം കരുതുക. ഇനി അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ധൈര്യമായിട്ട് അവനെ നേരിട്. ഒന്നും സംഭവിക്കില്ല. കണ്ടോ, അവൻ വാലും ചുറ്റി ഓടുന്ന കാണാം. അതും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എന്നെ ചേച്ചിക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കുക. വിശ്വാസമൊക്കെ ഉണ്ട്, പിന്നെന്താ കുഴപ്പം? അങ്ങനെ നവ്യക്ക് ധൈര്യം കൊടുത്തിട്ട് നയനയും കൂടി പോവാണ്. പിന്നീട് ആദർശാണെങ്കിൽ ഓഫീസിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുക. ആകെപ്പാട് ടെൻഷനാ. ആ അവൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഒരു പക്ഷേ ഇതിനു മുമ്പുണ്ടായ പ്രശ്നങ്ങൾ കാരണമായിരിക്കും. ഇനിയിപ്പോ താൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും അറിയണ സമയത്ത് പ്രശ്നമായാലെന്ന് കരുതിയിട്ടായിരിക്കും അവൾ അറിഞ്ഞുകൊണ്ട് തന്നോട് പറഞ്ഞ്. അപ്പൊ അവളെ ഇങ്ങനെയും രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അവൾ തന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണല്ലോ. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് വരികയാണ്. പവിത്ര വന്നിട്ട്, സാർ ഇത് പുതിയ ഡിസൈനിങ് ഇതൊന്ന് നോക്കാവെന്ന് ചോദിക്കുക. നിന്നോട് ആരാ ഇപ്പൊ ഡിസൈനിങ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഞാൻ വിളിച്ചിട്ടൊന്നും അല്ല നീ ഇങ്ങോട്ട് വന്നേ. അതെ, എനിക്കിപ്പോ നോക്കാൻ സമയമില്ല. സാർ അങ്ങനെ പറയരുത്, പുതിയ ഡിസൈനാ, നല്ല ഡിസൈനിങ്ങാ. പിന്നെ നീ വരച്ചോണ്ട് വരുന്നല്ലേ, നല്ലതാണോ ചള്ളാണെന്ന് എനിക്ക് നോക്കാതെ തന്നെ അറിയാൻ പറ്റും. നിനക്ക് തോന്നിയ പോലെ വരച്ചോണ്ട് വരും. ഇത്രയും കാലം ഇവിടെ വന്നിട്ട് നീ ഒരു നല്ല ഡിസൈൻ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പവിത്രയോട് ദേഷ്യപ്പെടുവാണ്. സാർ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആ സാറല്ലെങ്കിലും സാറിന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ആ ദേഷ്യം മൊത്തം എന്റെ നേർക്ക് തീർക്കുന്നതായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതേടി, ഞാൻ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കേണ്ട വന്നേ. നിനക്കെന്താ? മര്യാദയ്ക്ക് എന്റെ കൺമുന്നിൽ നിന്ന് കടന്നു പോക്കോ. ഒറ്റ ഓണത്തിനെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞിട്ട് പവിത്ര റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് ഇടിക്കുകയാണ്. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്തായി പോയി ആദർശിന്. ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തേ ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് ഫോണിനകത്ത് ഒരു നമ്പർ എടുക്കുകയാണ്. തനിക്ക് പരിചയമുള്ള പോലീസുകാരൻ നമ്പറായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ആദർശ് അയാളെ വിളിക്കുകയാണ്. ഹലോ പറഞ്ഞിട്ട്, എന്താ ആദർശ്, എന്താന്ന് ചോദിക്കണം. സാർ, ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അനുജന്റെ ഭാര്യനെ ഒരുത്തരം നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ഫോട്ടോസുകൾ ഇട്ട് കൊടുക്കും, വീഡിയോസും മെസ്സേജസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. സാർ അതിനൊരു പരിഹാരം കാണുമെന്ന് പറയാം. അതാണോ? ഒരു കാര്യം ചെയ്യുക, ഒരു കംപ്ലൈന്റ് ഇങ്ങ് എഴുതി തരാൻ പറയണത്. സാർ, കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റില്ല. സാറിന് അറിയാവുന്ന കാര്യമല്ലേ, വീട്ടിൽ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ. വീട്ടിൽ ആരും അറിയാൻ പാടില്ല. സാറിന്റെ കാര്യം ചെയ്യണം, അവനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ശരി, ഒരു കാര്യം ചെയ്യും, അവന്റെ നമ്പറോ എന്തെങ്കിലും അറിയാമോ? നമ്പർ അറിയാം, പിന്നെ അവന്റെ പേര് നിർമ്മൽ എന്നാന്ന് പറയാം. ശരി, ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് തരാം. പക്ഷേ എങ്കിൽ അവനെതിരെ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് കിട്ടിയാൽ മതിയാവുള്ളൂ പറയാം. സാർ, ഇപ്പൊ കംപ്ലൈന്റ് തരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. അവന്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി. ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് ഫോൺ വെക്കുക. ആദർശ് മനസ്സിൽ പറഞ്ഞു, അവന്റെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ അവൻ എങ്ങനത്തുള്ളവനാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനിയിപ്പൊ നവ്യാണ് ഇവിടെ കള്ളം പറയുന്നേ, അതോ ഇപ്പൊ അവനാണോ എന്ന് അറിയത്തില്ല. വലിയ വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞോടാ നവ്യ. അതുകൊണ്ട് അവളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചുകൂടാ. അപ്പൊ ഇനിയകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ലോ. അപ്പൊ അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തില് ആദർശ് എത്തുവാണ്. പിന്നീട് നന്ദു ഹോബി ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ അനിയുണ്ട്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനി പറഞ്ഞു, അല്ല നന്ദു, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നോട് തുറന്നു പറ. എന്റെ മനസ്സിലോ? എന്റെ മനസ്സിലൊന്നുമില്ല. എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അനിയല്ലേ പറഞ്ഞ, അനി പറ.
നിനക്കറിയാലോ എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. ഇനി ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാ അനി ഞാൻ അറിയുന്നത് നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? അതെ, അനാമികയായിട്ടുള്ള വിവാഹത്തിന് എനിക്കിപ്പോ സമ്മതമല്ല. അവളുമായിട്ടുള്ള വിവാഹം നീട്ടിവെക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നി ചോദിക്കുക. അതെന്താ ഇപ്പൊ അനി അങ്ങനെ പറയണേ? വിവാഹമൊക്കെ ഉറപ്പിച്ചല്ലേ, ഇനി അതുമായിട്ട് മുന്നോട്ട് പോകുന്നല്ലേ നല്ലത്. അല്ല, എനിക്ക് അവളിപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. എന്റെ മനസ്സിലുള്ള വേറൊരു പെൺകുട്ടിയാന്ന് പറയാ. വേറൊരു പെൺകുട്ടി അതാരാ? നന്ദുവിനറിയാം എന്റെ മനസ്സിലുള്ള ആരാന്ന്. അതെങ്ങനെയാ ഞാൻ അറിയുന്നത്? വെറുതെ കള്ളത്തരം പറയരുത്. നമ്മൾ അത്രമാത്രം അടുപ്പമല്ലല്ലോ ഉള്ളത്. എന്റെ മനസ്സിലുള്ള ആരാന്ന് നന്ദുവിന് ശരിക്കും അറിയാവുന്ന കാര്യമാണ്. നന്ദു വെറുതെ മറച്ചു വെക്കുന്നതല്ലേ. എന്തായാലും ആരാന്ന് പറയാനേ? പെട്ടെന്ന് അനു പറഞ്ഞു, എന്റെ മനസ്സിലുള്ള പെൺകുട്ടി ഒരു ആൺവേഷം കെട്ടി നടക്കുന്ന, അത് എന്റെ മുന്നിൽ ഇരിക്കും നീയാന്ന് പറയാ. പെട്ടെന്ന് നന്ദുവിൽ ഒരു സന്തോഷം ഉണ്ടായി. നന്ദു അത് പുറത്ത് കാണിച്ചില്ല. ഇനി പറ, നിന്റെ മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇല്ലേന്ന് ചോദിക്കുക. എന്റെ മനസ്സിലോ? വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാം ആ ചെറുപ്പക്കാരൻ ആരാന്ന്. അത് ഞാനല്ലേന്ന് ചോദിക്കുവാണ്. നന്ദു ഒരു നിമിഷത്തേക്കൊന്നും മിണ്ടിയില്ല. ഇനി ഇപ്പൊ കള്ളത്തരം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും പരസ്പരം ഇഷ്ടം തുറന്നു പറയേണ്ട സമയമൊക്കെ പണ്ടേ കഴിഞ്ഞ. നന്ദു പറഞ്ഞു, എനിക്ക് അനിയനെ ഇഷ്ടമാണ്, അതൊക്കെ സമ്മതം. പക്ഷെ എൻ്റെ വീട്ടുകാർ, എനിക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെ ഒരിക്കലും സമ്മതിക്കില്ല. അനി പറഞ്ഞു, എനിക്കതൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അനാമികയായിട്ടുള്ള വിവാഹം എനിക്ക് എങ്ങനെയുള്ള നീട്ടി വെച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഒന്നിക്കാനായിട്ട് കാരണമാവുള്ളൂ. അതെങ്ങനെ സംഭവിക്കും? അനാമികയായിട്ടുള്ള വിവാഹം നീട്ടി വെച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. അതെന്താ നന്ദു നീ അങ്ങനെ പറയണേ? അവളുമായിട്ടുള്ള വിവാഹം നീട്ടി വെച്ചിട്ടുണ്ടെ പിന്നീട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ഞാൻ ഒഴിവായിക്കോളാം. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ എന്ന് ചോദിക്കുക. കാത്തിരിക്കും എത്ര നാള്? നിന്റെ വീട്ടുകാർ ഒരു കാരണവശാലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്റെ രണ്ട് ചേച്ചിമാർ അവിടെയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് വന്നാൽ എങ്ങനെയാ അനി? അതൊന്നും സാരമില്ല, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റൂല്ലോ. ഞാൻ കാത്തിരിക്കാം. എത്ര കാലം വേണം കാത്തിരുന്നാണോ? നന്ദു വാക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് നന്ദു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുക. നന്ദു ഇത്ര സമയം കണ്ട സ്വപ്നമായിരുന്നു. നന്ദുവിന് വല്ലാത്തൊരു സങ്കടം തോന്നി. താൻ എന്തൊക്കെയാ മനസ്സിൽ ഈ ഓർത്ത് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാ സ്വപ്നം കണ്ടിരിക്കുന്നത്? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ, ചിന്തിക്കാൻ പോലും കൊള്ളില്ലാത്ത. പക്ഷെ എന്തോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നേ. ഒരിക്കലും അങ്ങനെയൊന്നും പാടില്ലായിരുന്നു ഓർത്ത് നന്ദു വീണ്ടും ഉറങ്ങാൻ കിടക്കുകയാണ്. നന്ദുവിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നവ്യയുടെ ഫോണിലേക്ക് അവൻ നിർമ്മല് വിളിക്കുകയാണ്. നിർമ്മല് വിളിക്കുന്ന സമയത്ത് നവ്യ കോളെടുത്ത്, എന്താ നീ വിളിച്ചേ? ഓ, നീ എന്താ എന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു ചോദിക്കും. പിന്നെ നിന്നെ സ്വപ്നം കണ്ടിരിക്കാൻ എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ല. അല്ല, നിനക്കെന്താ ശബ്ദത്തിനൊക്കെ ഒരു ഗാംഭീര്യമാണല്ലോ. ഓ, നീ അങ്ങ് വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് ഫോണും വെച്ചിട്ട് ഭാരം ചുറ്റി ഓടുമെന്നാണെന്നാ നിന്റെ വിചാരം? അതൊക്കെ വെറും ധാരണ മാത്രമല്ല നിന്റെന്ന് ചോദിക്കുകയാണ്. എന്താ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് തോന്നലോ? അതെന്താ, എനിക്ക് അഹങ്കരിക്കാൻ പറ്റില്ലേ? കൂടുതൽ അഹങ്കരിച്ചാണ്ടല്ലോ ഇപ്പം നീ ഞാനും തമ്മിലുള്ള ഫോട്ടോ നീ മാത്രമേ കണ്ടിട്ടു. ഇനി നിന്റെ വീട്ടിലും പിന്നെ നാട് മുഴുവൻ കാണും, സമൂഹം മുഴുവൻ കാണും. അത് കാണിച്ചു തരണമെന്ന് ചോദിക്കുക. നീ കാണിക്കടാ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ കാണിക്ക്. അതങ്ങനെ ഫോട്ടോ പ്രചരിച്ചിട്ടുണ്ട് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് നിന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലോ, നിന്റെ ജീവൻ തകർന്ന് താറുമാറായി പോവില്ലെന്ന് ചോദിക്കുകയാണ്. എടാ, അങ്ങനെ താറുമാറായി പോയാൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുള്ള ഞാൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ തോറ്റ് പിന്മാറുന്നവളല്ലടാ നവ്യ. നവ്യ ആരെന്ന് ശരിക്കും നീ കാണാൻ പോകുന്നുള്ളൂ. ഇത് കേട്ടപ്പം നിർമ്മലിനൊരു ടെൻഷൻ. ഇവളെന്താ ഇത്രയ്ക്ക് ഇങ്ങനെയൊക്കെ പറയണേ? ഇവൾക്ക് എന്തോ അവിടെ നിന്ന് ധൈര്യം കിട്ടിയിട്ട് പോലെ തോന്നല്ലോ. നിർമ്മല് പെട്ടെന്ന് പറഞ്ഞു, അതേ, നീ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല അതിന് അനന്തരബലം എന്ന് പറയാം. എന്ത് അനന്തരബലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് നീ ഇനിയിപ്പം നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും, ഞാൻ ഇതിനകത്തൊന്ന് പിന്മാറുന്നു. ഒരു കാരണവശാലും ഞാൻ പിന്മാറാൻ പോകുന്നില്ലടി, ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവുമെന്ന് പറയാം. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അതെ, ഒരിക്കലും ഞാൻ നിന്നെ ഇനി വിടാൻ പോകുന്നില്ല. നീ ഇനിയിപ്പോൾ ഇതിനകത്ത് പിന്മാറിയാൽ പോലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ കാണിച്ചുതരാം. ഈ നവ്യ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. നീ ഇതിനകത്തൊന്ന് ഒഴിവായിപ്പോയാലും നിന്നെ ഞാൻ പിന്തുടർന്നോണ്ടേയിരിക്കും. അപ്പോഴാണ് നവ്യ ആരെന്ന് നീ ശരിക്കും അറിയണേ എന്ന് പറഞ്ഞ് നവ്യ കോള് കട്ടി വേണം. നിർമ്മലിനൊരു ടെൻഷൻ ഉണ്ടായി. എന്റെ ഭഗവാനെ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ? ഇനിയിപ്പം ചുറ്റിയ ബാബു കടിച്ചേ തീരുവോളെന്നൊരു അവസ്ഥയാവോ? ആകെപ്പാടെ പെട്ടൊരവസ്ഥയായി നിർമ്മലിന്. പിന്നീട് ആദർശ് ഓഫീസിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശിന്റെ ശ്വാസം മുട്ടൽ അതിനും കൂടെ അനുഭവപ്പെടുക. ശ്വാസം മുട്ടുന്ന സമയത്ത് ഇൻഹേലറൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഇൻഹേലർ ഒന്നും കണ്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഓർത്ത് ഷെൽഫിനകത്ത് ഒരു ഇൻഹേലർ ഇരിപ്പുണ്ട് ഡ്രോയ്ക്കകത്ത്. അതെടുക്കാന്ന് ഓർത്ത് ആദർശ് പെട്ടെന്ന് അതെടുത്ത് വലിക്കുകയാണ്. ഈ സമയത്ത് ആദർശിന്റെ ഉള്ളിലേക്ക് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഇതിനു മുമ്പ് ശ്വാസമുട്ടുണ്ടായ സമയത്ത് അവള് തന്നെയാണ് പറഞ്ഞത്, ഒരു ഇൻഹേലർ ബാഗിനകത്ത് വെക്കണം, പിന്നെ ഒരെണ്ണം റൂമിൽ
പിന്നെ ഒന്ന് ഓഫീസിലും വെക്കണം, പിന്നെ കാറിനകത്ത് ഒരെണ്ണം വെക്കണം. എപ്പോഴും ഏത് സമയത്താ ഇതിന്റെ ആവശ്യം വരുന്ന പറയാൻ പറ്റില്ല. ആദർശേട്ടന് ശ്വാസം മുട്ടലുണ്ടാകുന്ന സമയത്ത് ഇനിക്കളുടെ അടുത്ത് വേണം. ഒന്ന് ഞാൻ അനുഭവിച്ചല്ലേ, അതുകൊണ്ട് ഇത് എപ്പോഴും കൈ കരുതണമെന്ന് പറഞ്ഞ് അവള് തന്നെയാണ് എല്ലാത്തടത്തും കൊണ്ട് ഇൻഹലറൊക്കെ വെച്ചത്. അതോർത്ത് ഇനിയിപ്പോൾ ആദർശന് വല്ലാത്ത സങ്കടം വന്നു. അവള് തനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്യുന്നുണ്ട്, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവളൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ സഹായിക്കേണ്ട കടമ തന്നെയാണ്. അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ഒരിക്കലും തനിക്ക് സമാധാനം കിട്ടത്തില്ല. അവളുടെ മനസ്സിന്റെ നന്മ താൻ തിരിച്ചറിയണം എന്ന് ആദർശം മനസ്സിൽ കരുതുവാണ്. പിന്നീട് കാണിക്കുന്ന നവ്യ ഇങ്ങനെ ആകപ്പാടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുവാണ്. കാരണം മിഥുൻ വിളിച്ചതിന്റെ ആ സങ്കടവും ദേഷ്യവും മാറിയിട്ടില്ല. ആ റാസ്കല് അവൻ എന്റെ കൈ കിട്ടും, അവനെ ഞാൻ ശരിയാക്കും. ഞാൻ കണ്ടു, അവൻ എന്നോടാ അവന്റെ കളിയെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് കയറിയിരുന്നത്. ജലജ കേട്ടു റാസ്കല് എന്നോടാ കളിയെന്നൊക്കെ. ഓഹോ, അപ്പോൾ തന്നെക്കുറിച്ചും തന്റെ മോനെക്കുറിച്ചും ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലജ അങ്ങോട്ട് ചോദിച്ചു, നീ ആരെക്കുറിച്ചടി റാസ്കൽ എന്നൊക്കെ പറഞ്ഞേ? എന്നെ കുറിച്ചല്ലേ നീ ചോദിക്കുവാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടിട്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. ദേ അമ്മേ, അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരല്ലോ കേട്ടോ എന്ന് പറയണം. സത്യം പറയടി, നീ എന്നെ കണ്ടു തന്നെ അല്ലേ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അമ്മയ്ക്ക് ഇതിപ്പോ എന്തിന്റെ കേടാത്? അമ്മയോട് ഞാൻ എന്തേലും പറഞ്ഞു നിൽക്കും. നീ പറയണ്ടല്ലോ, എനിക്ക് മനസ്സിലായി നീ ആരാ മോള്. നിന്നെ ഇവിടെ വീണ്ടും പിടിച്ചു നിർത്തിയത് തന്നെ അത് അച്ഛന്റെ ഒരു കാരുണ്യ. എന്നിട്ട് ഒരു നാണ ഉളുപ്പില്ലാതെ അവള് വീണ്ടും അവള് കിടന്ന് കുരയ്ക്കുന്ന കണ്ടില്ലേ? നിന്നെ ഉണ്ടല്ലോ, നിന്നെ പണ്ട് ഈ വീട്ടിൽ നിന്ന് ഓടിക്കണ്ട, നിന്നെയൊക്കെ തല്ലിക്കൊന്ന് പണ്ട് ആറ്റ ഒഴിക്കണ്ട എന്ന് പറയണം. പെട്ടെന്ന് അവി പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യേ, അമ്മ എന്നെ അങ്ങ് കൊന്നുകളാ. ഇനിയിപ്പൊ ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തില് എങ്കിലും കാലിനായിട്ട് തന്നെ എന്നെ ഞാൻ കൊല്ലാൻ പറയണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിന്നെ ഞാൻ കൊല്ലൂടി എന്ന് പറയണം. പെട്ടെന്ന് അവി പറഞ്ഞു, അത് മിക്കവാറും അമ്മയല്ലായിരിക്കും, അമ്മേനെ ഞാനായിരിക്കും മിക്കവാറും ഇല്ലാതാക്കുന്നത്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ മര്യാദയ്ക്ക് സമാധാനത്തോടെ ഇരിക്കുക. ആ സമയത്ത് വന്നിട്ട് വെറുതെ എന്നെ ചൊറിയാൻ പറ്റില്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ വായിരിക്കുന്ന വല്ലതും കേൾക്കുമെന്ന് പറയാം. നീ എന്ത് ചെയ്യുമെന്ന് എന്നെ പറഞ്ഞേ? ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് നിന്റെ സൗന്ദര്യം കാണാൻ വന്നൊന്നുമല്ല. എന്റെ മോൻ എന്തേന്ന് അറിയാൻ വേണ്ട അബി എന്തേന്ന് ചോദിക്കുവാണ്. പിന്നെ അബി, ഞാൻ അവനെ എന്റെ താഴത്തുമ്പ് കെട്ടിയിട്ടുകൊണ്ട് നടക്കുമല്ലേ? ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? നിന്നോട് ചോദിച്ചാലുള്ള ഉത്തരം മാത്രം നീ പറഞ്ഞാ പോരെ? അതിന് എന്റെ മോനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാന്നുള്ള. അഹങ്കാരത്തിന് മോനെ ഞാൻ അങ്ങോട്ട് ഒടിച്ചോളാന്ന് പറയാണ്. നീ എന്ത് ധൈര്യത്തിന് എന്നോട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണമെന്ന് ചോദിക്കോ? നാണം ഉണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? പറഞ്ഞിട്ട് കാര്യമില്ല, നീ നിന്റെ വീട്ടുകാരും ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാൾക്കാരല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയാം. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിൽ എന്റെ അമ്മേനെ അച്ഛനും പറയേണ്ട ആവശ്യം അമ്മയ്ക്കില്ല. ഇതൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് എന്ത് യോഗ്യതയുള്ളത്? എനിക്ക് പിന്നെ പറയാനായിട്ട് അമ്മയെന്ന് പറയാൻ അമ്മയെങ്കിലും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് അമ്മയെന്ന് ഒരാളെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരു നിമിഷം ജലജയിൽ ഒരു ഞെട്ടലുണ്ടായി. നീ എന്താടി പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് അമ്മയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇത് കേട്ടോ, നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യനെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് ആ കയ്യേലേക്ക് ഒരു പിടുത്തം വീണു. നോക്കിയപ്പോ അബിയാണ്. അമ്മ എന്താ കാണിക്കാൻ പോന്നെ? എടാ മോനെ, ഇവൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇനിയും പറയും. ഇത് മാത്രമല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്നെ കണ്ടം വഴി ഓടൂന്ന് പറയണം. എടി, നിന്നെ ഞാനെന്ന് പറഞ്ഞ് വീണ്ടും നവ്യനെ തല്ലാനായിട്ട് വരുവാണ്. അബി അപ്പം വിളിച്ചോണ്ട് പോവാണ്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടാ, നിന്റെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടാ നീ ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ. ഇവളുടെ കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചാൽ തീരാവുന്നുള്ള പ്രശ്നം. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നീയാ ആദ്യം എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളണ്ടേ. ഒരു വീട്ടില് ജലജനെ തള്ളി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് അബി പോവാണ്. ഈ സമയത്ത് നവ്യ ആകപ്പെടെ പ്രാന്തായി. ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവരെ പൊളിച്ചടിക്കില്ലെങ്കിൽ തന്റെ തലയിൽ കയറി നിരങ്ങും. തന്നെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ അവർ ഇത് വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അതൊരു കാരണവശാലും പാടില്ലെന്ന് നവ്യ ചിന്തിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.